യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണയുണ്ട്. എന്നാൽ ചില പരീക്ഷകളുണ്ട്, ചോദ്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എത്തും പിടിയും കിട്ടാത്ത ചില ചോദ്യങ്ങൾ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചിലത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? വിശുദ്ധ പൗലോസ്ലീഹ തന്റെ 3ാം മിഷണറി യാത്രയിൽ എഫെസോസിൽ വെച്ച് ചില ശിഷ്യന്മാരെ കണ്ടുമുട്ടി. അവരോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആദ്യം പറഞ്ഞതുപോലെ അവർക്ക് എത്തും പിടിയും കിട്ടാത്ത ഒരു ചോദ്യം. ഇതേ ചോദ്യം ഇന്ന് ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ. ഒരുവന്റെ ഉള്ളിൽ വീണ്ടും ജനന സമയത്ത് പരിശുദ്ധാത്മാവ് വരും എന്ന് നമുക്കൊക്കെ അറിയാം. അതിനുശേഷം വീണ്ടും പരിശുദ്ധാത്മാഭിഷേകം എന്ന ഒരു കാര്യം വേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ഇല്ലെങ്കിൽ ആത്മനിറവിന്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്കിന്ന് നോക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നവർക്കും അവരെ ശ്രദ്ധിക്കുന്ന മറ്റുള്ളവർക്കും ഇത് സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിന് പ്രത്യക്ഷമായ ഒരു അടയാളമുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ സാർവത്രികമായി കാണപ്പെട്ട ഒരു അടയാളമാണ് അന്യഭാഷ. പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മ നിറവ് നൽകുന്നത് ദൈവമാണ്. എന്നാൽ അത് ചോദിച്ചു വാങ്ങുക എന്ന ഉത്തരവാദിത്തം ഓരോ വിശ്വാസിക്കുമുണ്ട്. ഒന്നാമതായി നാം അത് ചോദിച്ചു വാങ്ങണം. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തമായി നൽകി. മാത്രമല്ല, അത് പിതാവിന്റെ ദാനവും കൂടിയാണ്. തന്നോട് ചോദിക്കുന്ന തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആവശ്യക്കാർ ചോദിക്കണം എന്നേയുള്ളൂ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 13 വരെ വായിക്കുമ്പോൾ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കാണാൻ സാധിക്കും. രണ്ടാമതായി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അഭിഷേകം പ്രാപിക്കാം. ക്രിസ്തു ദർശനം ലഭിച്ച ശേഷം പൗലോസ് 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അനന്യാസ് എന്ന ശിഷ്യൻ പൗലോസിന്റെ മേൽ കൈവച്ചതും ആത്മപൂർണനായി തീർന്നു എന്ന് വായിക്കുന്നു. മൂന്നാമതായി കൂട്ടായുള്ള പ്രാർത്ഥനയിലൂടെ അഭിഷേകം പ്രാപിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കൂടെയുള്ളവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. കൂടിയിരുന്ന സ്ഥലം വരെ കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് വായിക്കുന്നു. നാലാമതായി ദൈവദാസന്മാരുടെ കൈവെപ്പിനാലും പ്രാർത്ഥനയാലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാം. ദൈവവചനം കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശമര്യർക്ക് വേണ്ടി പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ചു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അഞ്ചാമതായി ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടി പകരുന്ന ആത്മശക്തിയാണ് പരിശുദ്ധാത്മശക്തി. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിശ്വസിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവിടെ ആരും കൈവച്ചില്ല, പ്രത്യേക പ്രാർത്ഥനകളൊന്നും നടത്തിയതില്ല. ഒരുക്കപ്പെട്ട ജനത്തിന്റെ മേൽ നിറവ് ഉണ്ടായി എന്ന് കാണാം. ആറാമതായി ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ ആത്മനിറവ് നമുക്ക് പ്രാപിച്ചെടുക്കാം. മർക്കോസിന്റെ മാളിക മുറിയിലും കൊർന്നേലിയോസിന്റെ ഭവനത്തിലും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ മേലാണ് ആത്മാവ് വന്നത്. ദൈവം തന്റെ ആത്മാവിനെ പകരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയവും മനോഭാവവും എങ്ങനെയുള്ളത് എന്ന് പരിശോധിച്ചു നോക്കും എന്നർത്ഥം. ഏഴാമതായി അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ശക്തിയാണ് ആത്മശക്തി. ദൈവകൽപ്പനകളെ അറിഞ്ഞാൽ മാത്രം പോരാ, അനുസരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണോ? തീർച്ചയായും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും തന്നോട് യാചിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിനാൽ അയച്ച് ആത്മാഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നമുക്കറിയാം, യേശു കർത്താവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും സ്വാധീനവും സ്പഷ്ടമായി നമുക്ക് ദർശിക്കാനായി കഴിയും. യേശുവിന്റെ ജനനം
ഇങ്ങനെയായിരുന്നു: മറിയയുടെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിട്ടു. കന്യക ഗർഭിണിയായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. യേശുവിന്റെ വളർച്ചയിൽ ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്ന്. 12-ാം വയസ്സിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് സംസാരിച്ച യേശു എന്ന ബാലകന്റെ വിവേകത്തിലും ജ്ഞാനത്തിലും എല്ലാവർക്കും അത്ഭുതവും അതിശയവും ഉണ്ടായി എന്ന് വായിക്കുന്നു. യേശുവിന്റെ സ്നാന സമയത്ത് യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. തന്റെ ശുശ്രൂഷയ്ക്കുള്ള പിതാവിന്റെ അംഗീകാരമായിരുന്നു ആ സംഭവം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു. സ്നാനശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മശക്തിയാൽ വചനത്താൽ യേശു പരീക്ഷകളെ ജയിച്ചു. പള്ളികളിൽ ഉപദേശിച്ചു. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും ഇവയൊക്കെ ചെയ്തു. സുവിശേഷം ഘോഷിച്ചു. ഇതിനൊക്കെയും യേശുവിനെ സഹായിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്രൂശ് മരണത്തിൽ സഹനത്തിനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് നൽകിയത്. ഗെത്സമനയിൽ പിതാവിന്റെ ഇഷ്ടത്തിനായി യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന്റെ പുനരുത്ഥാനത്തിലും ആത്മാവ് തന്നെയാണ് പ്രവർത്തിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് എന്ന്. സ്വർഗാരോഹണത്തോടെ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് പത്രോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വാങ്ങി നമുക്ക് പകർന്നു തന്നു. യേശുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഇത്രയും സ്ഥാനമുണ്ടെങ്കിൽ നമ്മെ പോലെയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന് തീർച്ചയായും സ്ഥാനമുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ കാര്യസ്ഥനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയാകുന്ന മണവാട്ടിയെ കാന്തനായ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ്. ഒരുക്കിയ സഭയെ കാന്തന്റെ കയ്യിൽ ഏൽപ്പിക്കും വരെ പരിശുദ്ധാത്മാവ് തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ആത്മാവിനെ പ്രാവായും അഗ്നിയായും കാറ്റായും വെള്ളമായും എണ്ണയായും മഞ്ഞായും വീഞ്ഞായും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കളങ്കമില്ലാത്ത പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവ് അഗ്നിയാൽ അകൃത്യം നീക്കി ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കാറ്റ് ശ്വാസമായി കടന്ന് ജീവിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ജീവിപ്പിക്കുന്ന ജലമായി പരിശുദ്ധാത്മാവ്, എണ്ണയാൽ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, കുളിർമയും ഉന്മേഷവും ഐക്യവും പ്രദാനം ചെയ്യുന്ന മഞ്ഞായ പരിശുദ്ധാത്മാവ്, സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. എങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക, ചോദിക്കുക. ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരും, തീർച്ച. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.